തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തി. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത്. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇവിടെ വരെ എത്തിയ അന്വേഷണം സലീം? ഉന്മേഷ്, കഠിനംകുളം കൊലപാതകത്തിലെ അന്വേഷണം അത് പ്രതി ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് ഒരു വിവരവുമില്ല എന്നുള്ളതാണ്. പോലീസിന് പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയോ ഒപ്പം തന്നെ വിലാസമോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായ കേസിലുണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് പ്രതി കടന്നു കളഞ്ഞ സ്കൂട്ടർ കണ്ടെത്താനായി എന്നുള്ളതാണ്. ഈ കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായാണ് കൃത്യം നടത്തിയ ശേഷം പ്രതി കടന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സ്കൂട്ടർ കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് സ്കൂട്ടർ കണ്ടെത്തിയത് കൊണ്ട് തന്നെ പ്രതി ഈ ട്രെയിനിൽ കടന്നു കളഞ്ഞതാകാം എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ളൊരു നിഗമനം. കൂടുതൽ വിശദമായ പരിശോധന പോലീസ് അതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. സ്റ്റേഷനിലെത്തിച്ച സ്കൂട്ടർ ഇന്ന് പോലീസ് തുറന്നു നോക്കും. അതിൽ നിന്ന് എന്തെങ്കിലും രേഖകളോ നിർണായക വിവരങ്ങളോ ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതി ഇവിടെ പെരുമാതുറയിൽ വീടെടുത്ത് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ വീട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോടുകൂടി ആ വീടും തുറന്ന് പരിശോധിക്കും. വീട് തുറന്ന് പരിശോധനയ്ക്ക് ശേഷമാകും ഏതെങ്കിലും നിലയിൽ അവിടെ നിന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നുകൂടി പോലീസ് നോക്കുന്നത്. വിശദമായ പരിശോധന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസ് ആ വിഷയത്തിൽ പരിശോധന നടത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട ടീം തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. ആ ടീമിനാണ് ഈ അന്വേഷണത്തിന്റെ നിലവിലെ മേൽനോട്ടം. ഒപ്പം തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടിയുണ്ട്. ഒപ്പം ഡാൻസ് ഓഫ് സംഘവും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഠിനംകുളം ചിറയൻകീഴ് പോലീസിന്റെ സംയുക്തമായ ഒരു ടീം കൂടി. അങ്ങനെ 4 ടീമുകളാണ് 4 സംഘങ്ങളായി പ്രതിക്കായുള്ള തിരച്ചിലും അന്വേഷണവും നടത്തുന്നത്. CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇൻസ്റ്റഗ്രാം ചാറ്റ്, ഈ ആതിരയും ഈ സുഹൃത്തായിരുന്ന ഈ കൊലപാതകിയും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റ് ഉൾപ്പെടെ റിട്രീവ് ചെയ്യാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രതി ആര് എന്നുള്ളത് ലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഉന്മേഷ്, സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.